ഗാനങ്ങളുമായി ഇശൽ മുറുക്കം റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു ഷിഫിൻ റോഷൻ. ഹായ്, ഐ ആം ഷിഫിൻ റോഷൻ. ഷിഫിൻ റോഷൻ ഇശൽ മുറുക്കം റൗണ്ടിൽ പാടാൻ പോവുകയാണ്. നല്ലൊരു പാട്ട് പാടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉല്ലാസ കടൽ മോസ മറിയുമ്പോൾ
ഷിഫിൻ എന്ത് കൂളായിട്ടാ പാടിയിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പാടുന്ന പോലെയായിരുന്നു ഷിഫിൻ പാടിയിരിക്കുന്നത്. ഇതൊരു കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള സോങ് ആണോ? ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഫൈസൽ സർ. വടക്കൻ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് അപ്പുറം വടക്കോട്ട് ഈ കല്യാണ സദസ്സുകളിൽ പാട്ട് ഇപ്പോഴും അനിവാര്യമാണ്. ഈ പാട്ട് മോൻ കേട്ടത് ആദിൽ അത്തോ പാടിയിട്ടാണോ? ആദിൽ അത്തോ ആണ് ഈ അടുത്ത കാലത്ത് ഈ പാട്ടിനൊരു സഫാ മറവ എന്ന് പറഞ്ഞൊരു ആൽബത്തിൽ ഹിറ്റായിട്ട് പാടിയത്. സഫാ മറവ എന്ന് പറഞ്ഞ നമ്മുടെ മാപ്പിളപ്പാട്ട് രംഗത്ത് പ്രഗത്ഭനായ അസീസ് തായ്നേരിയുടെ കാർമ്മികത്വത്തിലിറങ്ങിയ സഫാ മറവ, ജവാബ് തുടങ്ങിയ ആൽബങ്ങളൊക്കെ ഉണ്ട്. അതിൽ സഫാ മറവയിലെ ഒരു പാട്ട്, ഈ 2 ആൽബത്തിലും രഹന പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഹിറ്റായിരുന്നു. കാരണം മാപ്പിളപ്പാട്ടിൻ്റെ നല്ല പാട്ടുകൾക്ക് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ടെന്ന് തെളിയിച്ച ആൽബങ്ങളാണ്. താങ്ക് യു സർ. അപ്പം നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. ഷാൻ സർ. ഷിഫിൻ നന്നായിട്ട് പാടി. മൊത്തത്തിലൊരു ഫെസ്റ്റീവ് മൂഡായി. അനുപല്ലവി ചരണം എനിക്ക് ബിഗിനിങ്ങിൽ ഈ ഹൈ പിച്ച് പോകുമ്പോൾ ഷിഫിൻ്റെ ഒരു സ്ട്രെയിൻ ഉണ്ട്. അപ്പം അത് ഒന്നുമില്ല, അതങ്ങ് വിട്ട് പാടിയാൽ മതി. അത് കൂടുതലാവുമോ എന്നുള്ള ഒരു മൈക്കൊന്ന് കുറച്ച് മൈക്ക് ദൂരെ വെച്ചിട്ടൊന്ന് ഹൈ പിച്ച് അങ്ങ് ലൂസായിട്ട് അങ്ങ് പാടിയാൽ മതി, ശരിയാവും അത്. പിന്നെ 1-2 സ്ഥലത്ത് ക്രാക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സർ. ഫൈസൽ സർ. കല്യാണപ്പാട്ട് എന്ന രൂപത്തിൽ ആ മോഡ് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷേ സ്വന്തമായ ചില കാര്യങ്ങളൊക്കെ ഷിഫിൻ ഈ പാട്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തമായ ചില പ്ലാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം, അത് ആ പാട്ടിൽ അത്തുപാടിയ പാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം പല്ലവി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റിൽ മല്ലീക എന്നുള്ള അങ്ങനെ അത് ചേർന്ന് പാടിയല്ലോ. ലാസ്റ്റിൽ അതിങ്ങനെ കട്ട് ചെയ്ത് പാടി. അത് വളരെ നന്നായത്. മല്ലീക അങ്ങനെ പാടിയില്ലേ? അങ്ങനെ ഒരു വരി ഒന്ന് പാടാം. അങ്ങനെ മല്ലീക മലർമുല്ല ആദ്യം അങ്ങനെ സ്റ്റോപ്പ് ചെയ്തല്ല പാടിയത്. ആ ഒരു ഫീൽ വളരെ നന്നായി. ഓക്കെ, താങ്ക് യു സർ. റഹ്ന മാം. ഷിഫിൻ നല്ലൊരു സ്റ്റൈലുണ്ടായിരുന്നു. എന്തൊരു കല്യാണപ്പാട്ടിൻ്റെ ആ ഒരു പീർക്കാടൊക്കെ ചെറിയൊരു സ്റ്റൈൽ എനിക്ക് തോന്നി. മൊത്തം ഒരു സ്റ്റൈലായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് തമിഴിലെ ഒരു ഫിലിമിലെ അബ്ബാസിൻ്റെ ഒക്കെ ഒരു സ്റ്റൈല് തോന്നി. മൊത്തം നല്ലൊരു ആ സോങ്ങും പിന്നെ നമ്മളൊരു കല്യാണ വീട്ടിലൊരു മണവാളൻ, അങ്ങനെയൊക്കെ എനിക്ക് ഷിഫിൻ തോന്നിയത്. ഓക്കെ, ഗുഡ്. താങ്ക് യു മാം. ജഡ്ജസിൻ്റെ കമൻസ് പോലെ തന്നെ മാർക്സ് ഉണ്ടോ നമുക്ക് നോക്കാം. റഹ്ന മാം. 22. ഓക്കെ. ഫൈസൽ സർ. 23. 23. ഷാൻ സർ. ഞാനും 23. 68 ഔട്ട് ഓഫ് 90. ഹാപ്പി അല്ലേ? മാർക്സിൽ സാറ്റിസ്ഫൈഡ് ആണോ? തീർച്ചയായിട്ടും. ഹിഡൻ മാർക്സിന്റെ സെഗ്മെന്റിലേക്ക് പോകാല്ലേ നമുക്ക്? ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ഹിഡൻ മാർക്സ് ജഡ്ജസ് ഹിഡൻ ബോക്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. എനിവേ ഷിഫിൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. കല്യാണപ്പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് വരാണല്ലേ. ഇതുമാതിരി കല്യാണ വീടുകളിൽ പാടാറുണ്ടോ? ഉണ്ട്. ഞാൻ നാട്ടിലൊക്കെ കുറെ കല്യാണ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട്. ജഡ്ജസിന്റെ കമന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച അത്ര പാടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പാട്ട് പാടിയതിനനുസരിച്ചുള്ള മാർക്ക് ജഡ്ജസ് തന്നിട്ടുണ്ട്. പപ്പ, എങ്ങനെയുണ്ടായിരുന്നു ഷിഫിന്റെ പെർഫോമൻസ്? വളരെ നന്നായിരുന്നു. നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഷിഫിന്റെ സിസ്റ്റർ ആണല്ലേ? അതെ. ഷിഫിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പം ഷിഫിന്റെ 2 റൗണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. 14-ാം രാവിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ആസ്വദിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന മനോഹര ഗാനങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. Till then, it's me, Gopika, signing out.